കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി.ജെ. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്നാണ് വിവരങ്ങൾ കണ്ടെത്തിയതെന്നാണ് വിവരം. ആത്മഹത്യ ചെയ്യാനായി റോയ് നേരത്തെ ഉറപ്പിച്ചിരുന്നതായാണ് സൂചന. സി.ജെ. റോയിയുടെ ഡയറിയിൽ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ഉള്ളതെന്നാണ് വിവരം. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും വിദേശ സംരംഭങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിട്ടുവെന്നും കുറെ കാലമായി കൂടെയുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും കമ്പനിയെ എങ്ങനെ ആര് നയിക്കണമെന്നും കുറിപ്പിലുണ്ടെന്നാണ് വിവരം. പണം നൽകാനുള്ളവരുടെ വിവരങ്ങൾ കുറിപ്പിലുണ്ട്. താനൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണെന്നും ക്ഷമിക്കണമെന്നും പറയുന്ന വൈകാരികമായ വാക്കുകൾ കുറിപ്പിലുണ്ട്. വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും വിവരങ്ങളും ഉണ്ടെന്നുമാണ് വിവരം. അന്വേഷണ സംഘം കുറിപ്പുകൾ പരിശോധിച്ചു വരികയാണ്. കുറിപ്പിലെ സാമ്പത്തിക ബിസിനസ് സംബന്ധമായ പരാമർശങ്ങൾ തുടർ അന്വേഷണങ്ങൾക്ക് സഹായകമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ജനുവരി 30-നാണ് സി.ജെ. റോയ് ബാംഗ്ലൂരുവിലെ സ്വന്തം സ്ഥാപനത്തിൽ ജീവനൊടുക്കിയത്. 57-കാരനായ റോയ് ഓഫീസ് മുറിക്കുള്ളിൽ കയറി സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. ഈ സമയം ഓഫീസിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ക്യാബിനിൽ ചില ഡോക്യുമെന്റുകൾ ഉണ്ടെന്നും അതെടുത്ത് വരാമെന്നും ആദായ നികുതി ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് റോയ് അകത്തേക്ക് പോയി. മിനിറ്റുകൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ വെടിവെച്ചാണ് കേട്ടത്. ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ തള്ളിയിരുന്നു. സി.ജെ. റോയിയുടെ ആത്മഹത്യയ്ക്ക് തൊട്ടുമുമ്പ് ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടില്ലെന്നും റോയ് മരിച്ച വെള്ളിയാഴ്ച റെയ്ഡുണ്ടായില്ലെന്ന ID വകുപ്പിന്റെ വാദവും പോലീസ് ശരിവച്ചിരുന്നു. ഇന്നലെ ബാംഗ്ലൂരുവിലെ ബന്നാർക്കട്ട റോഡിലുള്ള കോൺഫറൻസ് ഗ്രൂപ്പിന്റെ നാച്ചുറൽസ് ലക്ഷറിയിലായിരുന്നു റോയുടെ സംസ്കാരം. റോയുടെ ആഗ്രഹപ്രകാരമാണ് സംസ്കാരം ഇവിടെ നടത്തിയത്. നിരവധി പേരാണ് റോയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്കെത്തിയത്.